ഹലോ ഗൈസ്, ഇന്ന് നമ്മള് കാറിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് പറയുന്നത്. റിനോ കൈഗർ എന്ന് പറഞ്ഞ നമ്മളെടുത്ത ഒരു മിനി എക്സ്യുവിയുടെ കംപ്ലീറ്റ് റിവ്യൂ. എക്സ്റ്റീരിയർ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഇന്റീരിയർ എങ്ങനെയാണ്, ഡിസൈൻസ്, ഫീച്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. എല്ലാ ഫീച്ചേഴ്സും ആൾമോസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Come on, guys. അപ്പൊ ഗൈസ്, നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനി എക്സ്യുവി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സത്യം പറയുന്ന ഒരു ലക്ഷറി ഫീലിംഗ്സ് നമുക്ക് തരുന്നുണ്ട്. ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുമ്പോൾ റോഡ് പ്രസൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ വണ്ടി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ബാക്കിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മിനി എക്സ്യുവി ആണല്ലോ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ എനിവേ നമുക്കപ്പോ അതിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഫ്രണ്ട് സൈഡിലെ DLR, ഇൻഡിക്കേറ്റർ, ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡിലത്തെ ഒരു ബാഡ്ജിങ് ഉണ്ടല്ലോ റിനോയുടെ, അത്യാവശ്യം ബിഗ് സൈസിൽ കൊടുത്തിട്ടുണ്ട് ബാഡ്ജിങ് ഒക്കെ. എന്നാലും ഓക്കെ, ഓവറോൾ ഒരു ലുക്ക് നോക്കുമ്പോൾ ഒരു പ്രസൻസ് ഉണ്ട്. പിന്നെ ഈ DLR കണ്ടില്ലേ, ഇത് നമുക്ക് വേണമെങ്കിൽ അൾട്ടർ ചെയ്യാം, ബ്ലിങ്കിങ് ആക്കാം. അപ്പൊ തന്നെ ഒരു വണ്ടിക്ക് ഒരു അത്യാവശ്യം ഒരു ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഹെഡ് ലാമ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതില് ബ്രൈറ്റും ഡിമ്മും എല്ലാം ഈ ഒരു 3 ബൾബിനായിട്ടാണ് വരുന്നത്. പിന്നെ പ്യുവർ വിഷൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അത്യാവശ്യം ക്ലിയർ വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ സൈഡ് വ്യൂയിലോട്ട് വരുമ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് RXZ എന്ന് പറയുന്ന വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബാഡ്ജിങ് കാണാം. ഇൻഡിക്കേറ്റർ തകണു, സൈഡിൽ മിററിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഒരു ഗ്ലാഡിങ്, ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. ഓക്കെ, പിന്നെ റൂഫ് റെയിലാണെങ്കിൽ സിൽവർ ഫിനിഷിൽ കൊടുത്തോണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വ്യൂ ഉണ്ട്, ഭംഗിയുണ്ട് കാണാൻ. സൈഡിലാണെങ്കിൽ അലോയ് വീൽസ്, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ബാക്ക് സൈഡിൽ വൈപ്പേഴ്സ്, ഡീഫോഗേഴ്സ്, എല്ലാം ഫീച്ചേഴ്സ് റിച്ച് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ ടെയിൽ ലാമ്പ് ഉണ്ടല്ലോ, ടെയിൽ ലാമ്പ് മീൻസ് ബാക്ക് ലൈറ്റും റിവേഴ്സ് ഗിയർ, ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ ഒരു D ഷേപ്പിനകത്താണ് കൊടുത്തിട്ടുള്ളത്. ബൾജി ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്കൊരു കാണാൻ അത്യാവശ്യം ഒരു ഭംഗിയുണ്ട്. റൂഫ് റെയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു അത്യാവശ്യം സ്ട്രോങ് ഉണ്ട്, കുഴപ്പമില്ല. ഈ ലഗേജ് കയറ്റിയൊക്കെ അറിയുള്ളൂ. റോഡ് പ്രസൻസ് ആണെങ്കിലും അത്യാവശ്യം ഒരു കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളായിട്ടാണ് ഇനി അടുത്ത് നോക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ഇതിന്റെ ഇന്റീരിയേഴ്സ് ഞാൻ പറഞ്ഞില്ല, ഇന്റീരിയേഴ്സ് അടിപൊളിയാണ്. നമുക്കും മാത്രമല്ല കുറെ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും റെനോന്റെ കൈഗർ എന്ന് പറഞ്ഞ വേരിയന്റിന്റെ ഇന്റീരിയർ ഡിസൈൻസ്. ഈ സെന്റർ കൺസോളാണ് ഇതിന്റെ ഡിസൈൻ ഉണ്ട്. സെന്റർ കൺസോളിന്റെ ഇതിന് ഒരു ഡ്രോബാക്ക് ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാല് ഇതിന്റെ ഇതുണ്ടാ, ഈ സീറ്റ് ബെൽറ്റ് വരുന്നത് ഈ സൈഡിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്താണ് വരുന്നത്. അപ്പൊ നമ്മളൊരു സീറ്റ് ബെൽറ്റ് നമ്മള് നിർബന്ധമാണല്ലോ. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് മറ്റുള്ള വാഹനത്തിന്റെ പോലെ ഈസി ആയിട്ട് നമുക്ക് ഇത് കയറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. 1 ടൈം നമ്മൾ എന്തായാലും കയറുന്ന സമയത്തുള്ള ആ ഒരു ഇത് പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇതിന്റെ ആ ഒരു ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് സാധനം. ഇതാണ് സെൻട്രൽ കൺസോളിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ആംറസ്റ്റ്, ഷട്ടേഴ്സ്, പിന്നെ ഗിയർ ബോക്സ് വരുന്നത് ഇവിടെ. അങ്ങനെ തന്നെ AC കൺട്രോളിങ്, ഒരു 7-inch ഡിസ്പ്ലേ, എല്ലാം കൊണ്ട് സംഭവം ഒക്കെയാണ്. പിന്നെ അതുപോലെ ഡാഷ്ബോർഡ് ആണെന്ന് വെച്ചെങ്കിൽ മാറ്റ് ആയതുകൊണ്ട് തന്നെ ഇതില്ല, പ്രശ്നങ്ങളൊന്നുമില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇത് ലെഫ്റ്റ് സൈഡത്തെ ഡോറാണ്. അതിനകത്ത് നമുക്ക് ഈ ഒരു ഡിസൈൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നോബ് ചേഞ്ച് ചെയ്തത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി, ഡോർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്, ക്ലോസ് ചെയ്യാൻ ഇതിനൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരു വിൻഡോന്റെ കൺട്രോളർ. പിന്നെ റൈറ്റ് സൈഡത്തെ വിൻഡോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്തെ. മിറേഴ്സ് ഇതുപോലെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സാധാരണ നോർമൽ എല്ലാ വണ്ടിക്കും കൊടുക്കുന്ന പോലെ തന്നെയാണ് ബാക്കിയുള്ള കൺട്രോൾസും പവർ വിൻഡോയുടെ കൺട്രോൾസ് എല്ലാം വരുന്നത്. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കണ്ട പോലെ തന്നെ ഹോൾഡിംഗും ഉണ്ട്. ബാക്ക് സൈഡത്തെ വ്യൂവിലോട്ട് വരുമ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് ഒരു ഇതിപ്പോ നമ്മൾ 3D മാറ്റ് ചെയ്തതാണ്, നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് ചെയ്തതാണ്. പിന്നെ ബാക്ക് സൈഡിൽ ഒരു 4 പേഴ്സൺസ് ആണ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ നമുക്കൊരു ആംബ്രസ്റ്റും കൂടെ ബാക്ക് സൈഡിൽ യൂസ് ചെയ്യാം. ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഫോൺ വെക്കണമെങ്കിൽ അങ്ങനെ ആ ഒരു യൂസേജിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്കൊരു വെന്റിലേഷൻ, ചാർജിങ് പോർട്ട്, ഓക്കെ ഓവറോൾ അത്യാവശ്യം ഇന്ത്യയിൽ കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു പോക്കറ്റ്, നമ്മുടെ ബാക്ക് സീറ്റിന്റെ ഇവിടെ ഒരു സൈഡ് പോക്കറ്റും വരുന്നുണ്ട്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അവിടെയും വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ബാക്കത്തെ സീറ്റിന്റെ ഒരു ഇത് പറയുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ബേസ് വേരിയന്റിൽ ഈ ബാക്കത്തെ ഈ കവറിങ് വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ടോപ്പ് എൻഡിലാണ് ഈ ഒരു കവറിങ് വരുന്നത്. ഓക്കെ, ഓവറോൾ അടിപൊളിയായിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ ഇങ്ങനെ ഡിസൈൻസ് ആ റെഡും ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല ഭംഗി വന്നിട്ടുണ്ട്. ഇൻഫോർമാറ്റിക് സിസ്റ്റം നോക്കുമ്പോൾ ഒരു 7-inch ഇൻഫോർമാറ്റിക് സിസ്റ്റം വരുന്നുണ്ട്. AC കൺട്രോൾസ് തൊട്ട് താഴെ വരുന്നു.
ഒരു വയർലെസ് ചാർജിങ് സെക്ഷൻ കൂടെ വരുന്നുണ്ട്. ഇവിടെ കൺട്രോൾസും വരുന്നുണ്ട് കേട്ടോ. ഈ ഡ്രോ ബോക്സിന്റെ സ്പേസ് ആണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, കുഴപ്പമില്ല. ഇത് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ആക്സസിന് വേണ്ടി ഉപയോഗിക്കാം. താഴത്തെ ഡാഷ്ബോർഡ് ആണെച്ചെങ്കിലും ഒരു കൂളിംഗ് വരുന്നുണ്ട് കേട്ടോ, കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട് അതിനകത്ത് കുഴപ്പമില്ല. പിന്നെ ഇവിടെയാണ് നമുക്കൊരു ഫോൺ വെക്കാം. ഇത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ആണ്. ഒരു ചുറ്റുപാത്രം ക്രോം ഫിനിഷ് ഉണ്ട്. ഇത് നമുക്ക് USB കണക്ടർ ആണ്. ഇവിടെ വയർലെസ് ചാർജിങ് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. ഇത് പവർ ബട്ടൺ, ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള പവർ ബട്ടൺ കൂടെയാണ് ഇവിടെ. ഇത് ചെയ്ത് നോക്കി, ചാർജ് നമുക്ക് പെട്ടെന്ന് കയറുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാം, ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ AC വെന്റിന്റെ വരുന്നത്. ഓട്ടോമാറ്റിക് AC ആണ്. പിന്നെ ലൈറ്റിംഗ് ഫ്രണ്ടിലും ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമുക്ക് ലൈറ്റിംഗിന്റെ ഓപ്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക്കും നമുക്ക് ഓൺ ആക്കി വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. രണ്ട് ഇത് കൊടുക്കുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഫ്രണ്ട് നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ വരുന്നത്. സെന്റർ കൺസോള്, സ്റ്റോറേജ് സ്പേസ്, ഇതൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. കണ്ടോ, ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് ഇത് കപ്പ് ഹോൾഡറും ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ചതാണ്. അത്യാവശ്യം ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അത് റബ്ബർ ഫിനിഷ് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. ആംറസ്റ്റും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെയാണ്. ഹസാർഡ് സ്വിച്ച് വഴിയാണ് വരുന്നത്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ, ബാക്ക് വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ലോക്കിംഗ് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് എനേബിളും ഡിസേബിളും ഒക്കെ തന്നെ വരുന്നത്. ഡിഫോക്കേഴ്സ് ഫ്രണ്ട്, ഇത് നമ്മൾ ജസ്റ്റ് വെന്റിലേഷൻ കൊടുക്കുന്നതാണ് ഫ്രണ്ട് സൈഡിലോട്ട്. പിന്നെ താഴത്തെ ഡിഫോക്കർ ബാക്കത്തെ. കൺട്രോൾസ് ഇതാണ്, എക്കോ മോഡ്, അതുപോലെ തന്നെ നോർമല്, സ്പോർട്സ്, ഇങ്ങനെയാണ് 3 കൺട്രോൾസ് വരുന്നത്. എക്കോ മോഡിൽ മാറാൻ ജസ്റ്റ് പ്രസ് ചെയ്യുക, അപ്പോൾ നോർമൽ മോഡിലോട്ട് തിരിച്ചു വരും. പിന്നെ സ്പോർട്സ് മോഡിലോട്ടാണ് മാറണമെങ്കിൽ റൈറ്റ്സിലോട്ട് സ്ലൈഡ് ചെയ്യാം, അപ്പോൾ സ്പോർട്സ് മോഡ് ആക്ടിവേറ്റഡ് ആവും. ഇങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റുകൾ വരുന്നത്. ഇനി തിരിച്ച് ഇതിലോട്ടൊന്ന് നോർമൽ മോഡിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ പ്രസ് ചെയ്യുക, അപ്പൊ നമുക്ക് വീണ്ടും നോർമൽ മോഡിലെത്തും. ഇതിന്റെ ക്ലസ്റ്റേഴ്സ് വരുന്നതിനകത്ത് വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇവിടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ ആണ് വരുന്നത് റൈറ്റ് സൈഡിൽ. പിന്നെ ജസ്റ്റ് അതിന്റെ കിലോമീറ്റർ എത്ര കാണിക്കുന്നുണ്ട്, എത്ര റിമൈനിങ് വണ്ടി എത്ര കിലോമീറ്റർ റൺ ചെയ്യും എന്നുള്ളത് റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ അത് ഇത്രത്തോളം കിലോമീറ്റർ റൺ ആയിട്ടുണ്ട് ഇതുവരെ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. പിന്നെ ക്ലോക്കും, ചെറിയൊരു മിനി ക്ലോക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂല് വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ അതിനകത്ത് തന്നെ വരും. ഇതൊക്കെ ബേസിക്കൽ നോർമൽ മോഡാണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ ഉണ്ടാവുക. എക്കോയിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. അതുപോലെ സ്പോർട്സിലേക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ ചേഞ്ച് ചെയ്താലേ മാറുള്ളൂ. സ്പോർട്സിലോട്ട് വരുമ്പോൾ നമുക്ക് മൈലേജിന്റെ കാര്യങ്ങളൊന്നും കാണില്ല. അതിനകത്ത് ടോർക്കും NM അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, ക്ലസ്റ്ററിങ് അത്യാവശ്യം ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലുക്ക് ഉണ്ട്. ഇനി ഇതിന്റെ സ്റ്റിയറിംഗിലോട്ട് വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കൺട്രോൾസ്, ക്ലസ്റ്ററിന്റെ കൺട്രോൾസ് ആണ് റൈറ്റ് സൈഡിലായിട്ട് വരുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ മ്യൂസിക്കൽ സിസ്റ്റം, അതിന്റെ കോൾ അറ്റൻഡിങ്, അങ്ങനെ ബേസിക്കലി വരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു D ഷേപ്പിലാണ് വരുന്നത്. ഒരു ലെതർ ഫിനിഷ്, ടോപ്പിൽ മാത്രം ലെതർ ഫിനിഷ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ വൈപ്പേഴ്സിന്റെ സെക്ഷൻ വരുന്നത്. ബാക്ക് സൈഡ് വൈപ്പർ ആണെച്ചെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റിലോട്ട് തിരിക്കുക, ഫ്രണ്ട് ആണെച്ചെങ്കിൽ ജസ്റ്റ് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ പ്രസ് ചെയ്യുക, വലിക്കുക, പുൾ ചെയ്യുക, അപ്പോൾ അത് വർക്കാവും. പിന്നെ ടിൽറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട് സ്റ്റിയറിംഗിനകത്ത് ടിൽറ്റും വരുന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ്സും വരുന്നുണ്ട്. അപ്പോ ഓവറോൾ നമ്മൾ കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞു 10,55,000 രൂപ എങ്ങാണ്ടാണ് നമ്മൾ പേ ചെയ്തത്. അതിന് വർത്തായിട്ടുള്ള സംഭവം തന്നെയാണ് തോന്നുന്നില്ല. ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ച് മെയിൻ്റെനൻസ് വരും. നമുക്ക് ഒരു വട്ടം വണ്ടി ഒന്ന് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത പ്രാവശ്യം പുറത്തു പോകണമെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നല്ലൊരു ഒറ്റ ഡ്രോബാക്ക് ഉള്ളൂ. പിന്നെ സീറ്റിന്റെ ആ ഡ്രോബാക്ക് ഞാൻ പറഞ്ഞു, ആ ഒരു സംഭവം. ഇത് രണ്ടും ഒഴിച്ചു കൂടി കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പൊ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, മൈലേജ് നമുക്ക് അത്യാവശ്യം 9 km/ലിറ്റർ, 10 km, 11 ആ ലെവലിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു 14-15 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.